ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാവർക്കും നമ്മുടെ സെറ്റിൻ്റെ ഒരു സ്പെഷ്യൽ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സെറ്റ് എക്സാമിന് നമ്മളോട് ചോദിക്കുന്ന കറണ്ട് അഫെയർ ടോപ്പിക്കുകൾ, അത് ഏത് രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത്, എന്ന് മുതലുള്ള ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ നമുക്ക് സെറ്റ് എക്സാമുകൾക്ക് ചോദിച്ചു വരുന്ന കറണ്ട് അഫെയർസുകളുടെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ ഏകദേശം 2-3 വർഷം പുറകിലേക്ക് വരെയുള്ള കാര്യങ്ങൾ നമ്മളോട് കറണ്ട് അഫയേഴ്സിൽ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഈ ഒരു ഭാഗത്ത് ജനറൽ ടോപ്പിക്കുകൾ പറഞ്ഞിരിക്കുന്ന നമ്മുടെ സിലബസിൻ്റെ ഈ ഭാഗത്ത് കൃത്യമായിട്ട് നമ്മൾ കറണ്ട് അഫെയറിൽ നിന്ന് പഠിക്കേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതിൽ 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ നമുക്ക് ടെക്നോളജിക്കൽ മേഖലയിൽ ഉണ്ടായിട്ടുള്ള പുതിയ ഇൻവെൻഷൻസ്, ഡിസ്കവറീസ്, അതുപോലെ തന്നെ നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ വന്നിട്ടുള്ള ചില മാറ്റങ്ങൾ, കൂടാതെ എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് കറണ്ട് അഫെയറുകളായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വരുന്ന ജനുവരിയിൽ നടക്കുന്ന സെറ്റ് എക്സാമിന് വേണ്ടി നമ്മൾ ഏത് രീതിയിലാണ് കറണ്ട് അഫെയറുകൾ നോക്കേണ്ടത്? എല്ലാം പഠിച്ച് പോകുക എന്നുള്ളതല്ല, അത് നമുക്കൊണ്ട് സാധിക്കില്ല. പക്ഷേ നമ്മളോട് കൃത്യമായിട്ട് സിലബസിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഒന്ന് വായിച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ മാർക്ക് ഒരു കാരണവശാലും നഷ്ടപ്പെടില്ല. ഓക്കെ, മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇത് പരീക്ഷയ്ക്ക് മുമ്പായിട്ട് പഠിച്ചാൽ മതിയോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒരു കാരണവശാലും അങ്ങനെ പഠിക്കാനായിട്ട് പോകില്ല. കാരണം ആ സമയത്ത് നമ്മളിത് നോക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് നമുക്ക് എവിടെയൊക്കെയാണ് എന്നുള്ളത് ലൊക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഈ ടോപ്പിക്കുകൾ വായിച്ച് മനസ്സിലാക്കി പോകുക. ഓക്കെ, നമുക്ക് ആദ്യത്തെ നമ്മുടെ പോയിന്റിലേക്ക് വരാം. ഇവിടെ നമ്മൾ ആദ്യം നോക്കുന്നത് ടെക്നോളജിക്കൽ മേഖലയിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഇൻവെൻഷൻസ്, ഇന്നോവേഷൻസ്, ഡിസ്കവറീസ് ഒക്കെയാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിന്റിലേക്ക് വരികയാണെങ്കിൽ സർവം AI. എന്താണ് സർവം AI എന്നുള്ളത് നോക്കാം. ഇപ്പോൾ എല്ലാം AI കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? ഓക്കെ, നോക്കിയേ. എ റൈസിംഗ് പ്ലെയർ ഇൻ ഇന്ത്യസ് ജനറേറ്റീവ് AI സെക്ടർ ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് എ ന്യൂ ലാംഗ്വേജ് മോഡൽ. അപ്പോൾ ഇതൊരു ന്യൂ ലാംഗ്വേജ് മോഡലാണ് കേട്ടോ, നെയ്മഡ് സർവം 1. ദിസ് മോഡൽ ഈസ് ഓപ്പൺ സോഴ്സ്. അപ്പോൾ ഇത് ഓപ്പൺ സോഴ്സ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയറും കൂടെയാണ്. ഇറ്റ് സപ്പോർട്ട്സ് 10 ഇന്ത്യൻ ലാംഗ്വേജസ്. 10ഓളം വ്യത്യസ്ത ഇന്ത്യൻ ഭാഷകളെ ഈ സർവം AI എന്ത് ചെയ്തിട്ടുണ്ട്? സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം പ്രധാനമായിട്ടും നമുക്ക് ഈ ലാംഗ്വേജ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളപ്പോൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം കേരളത്തിൽ നിന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്ന ഒരാൾക്ക് അവിടെ ഉള്ള ഹിന്ദി ഭാഷ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഈ AI ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അയാൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? യെസ്, ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിലും എന്ത് ചെയ്യാം? യെസ്, അയാളുടെ സംഭാഷണം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹിന്ദിയിൽ അയാൾ സംസാരിക്കുന്ന മലയാളത്തിലേക്ക് എന്ത് ചെയ്യുക? ട്രാൻസ്ലേറ്റ് ചെയ്ത് അദ്ദേഹത്തിന് അത് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ 10ഓളം ഇന്ത്യൻ ലാംഗ്വേജസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സർവം AI എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ്. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് AI. അവിടെ എന്താണ് AI എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, നോക്കിയേ. അൻ ഇമ്പോർട്ടൻ്റ് അച്ചീവ്മെൻറ്റ് ഒക്കുവേർഡ് ഇൻ കൺസർവേഷൻ എഫേർട്സ് ഇൻ ഇന്ത്യ. അപ്പം കൺസർവേഷൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, എ ബേബി ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് വാസ് ബോൺ ത്രൂ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. അപ്പോൾ നമുക്കറിയാം, ഈ ബസ്റ്റാർഡ്, ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന് പറയുന്നത് അത് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ അതിനെ AI ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുകയാണ്? പുനരുജ്ജീവിച്ചിരിക്കുകയാണ്. ഇൻസെമിനേഷൻ നടത്തി, ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഫെർട്ടിലൈസേഷൻ നടത്തി എന്താണ്? അതിനെ പുനരുജ്ജീവിച്ചിരിക്കുകയാണ് കേട്ടോ. എവിടെയാണ് ഇത് നടന്നതെന്നും കൂടെ ഒന്ന് നോക്കണം. അറ്റ് ദ സുദാസാരി ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ബ്രീഡിംഗ് സെൻറ്റർ ഇൻ രാജസ്ഥാൻ. അപ്പോൾ ഈ പേരുകൾ ഇതൊക്കെ എവിടെയാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. സുദാസാരി ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ബ്രീഡിംഗ് സെൻറ്റർ രാജസ്ഥാനിലാണ്. യെസ്, ഈ ആർട്ടിഫിഷ്യൽ AI അല്ലെങ്കിൽ AI ഇൻസെമിനേഷൻ പ്രോസസ്സ് നടന്ന് അവിടെയാണ് ഈ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ 2 പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ നോക്കാം. അടുത്തത് എന്താണ്? ഭാരത് ജൻ. എന്താണ് ഭാരത് ജൻ? ഇസ് എ മേജർ ന്യൂ പ്രൊജക്റ്റ് ഇൻ ജനറേറ്റീവ് AI. അതും ജനറേറ്റീവ് AIയുടെ ഭാഗമായിട്ട് തന്നെയുള്ളതാണ്. വിച്ച് ഇസ് എ ടൈപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ദാറ്റ് ക്യാൻ ക്രിയേറ്റ് ടെക്സ്റ്റ്. അപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉള്ള ഒന്നാണ് ഭാരത് ജൻ. ഇറ്റ് ക്യാൻ ക്രിയേറ്റ് ടെക്സ്റ്റ്, അല്ലെ, ഇമേജസ് ഓർ ഈവൻ സൗണ്ട്. The goal of Bharat Jan is to improve public services using AI. Okay,
അപ്പോൾ ഇവിടെ ഈ നമ്മുടെ പൊതുജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ പല ഓഫീസുകളിലും ലഭ്യമാണ് അല്ലേ. എന്നാൽ പലർക്കും ചിലപ്പം ഒരു ഓഫീസിൽ ചെന്ന് ഒരു ലെറ്റർ എഴുതി കൊടുക്കാനൊക്കെ ആയിട്ട് അറിയാൻ പാടില്ലാത്തവരൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ വായിച്ചു മനസ്സിലാക്കാനായിട്ട് പറ്റാത്തവരൊക്കെ ഉണ്ടാവും. അപ്പം അവരുടെ മൊബൈലിൽ ഈ ഭാരത് ജൻ എന്നുള്ള ഈ ഒരു AI സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, അത് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ അതിനെ കൺവേർട്ട് ചെയ്ത് സൗണ്ട് ആക്കാനായിട്ട്, ശബ്ദ രൂപത്തിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്ത് ചെയ്യും, അവർക്കായി കൃത്യമായിട്ടുള്ള വിവരം അവർക്ക് ലഭിക്കും. നല്ലൊരു കാര്യമാണ് അല്ലേ. ഭാരത് ജൻ AI ടെക്നോളജിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്ത്യസ് ഫസ്റ്റ് ആസ്ട്രോണോട്ട് ടു ISS സെറ്റ് ഫോർ AX4 മിഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് AX4 മിഷൻ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഉള്ളത്. 2025 ഇന്ത്യ വിൽ മേക്ക് ഹിസ്റ്ററി അഗെയിൻ ഇൻ സ്പേസ് വിത്ത് ഗ്രൂപ്പ് ക്യാപ്റ്റൻ സുഭാഷ്ണു ശുക്ല പൈലറ്റിംഗ് ദ ആക്സിയം 4 അല്ലെങ്കിൽ AX4 മിഷൻ. ഓക്കെ, this mission will be India's first human presence on the International Space Station ISS. Second government sponsored human space flight after Rakesh Sharma in 1984. അപ്പോൾ ഇവിടെ ഇത് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ നിന്ന് നമ്മൾ 2025 സ്പേസ് സ്റ്റേഷനിലേക്ക് രണ്ടാമതായിട്ട് ഒരാളെ വിടാനായിട്ട് പോകുന്നത്. ആദ്യം വിട്ടതാരായിരുന്നു? യെസ്, രാകേഷ് ശർമ്മയാണ്. സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടു കൂടിയാണ് അന്ന് നമ്മൾ രാകേഷ് ശർമ്മ 1984 അയച്ചത്. എന്നാൽ ഈ തവണ നമ്മൾ AX4 മിഷൻ, അത് നമ്മൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അമേരിക്കയുമായിട്ട് കൂടിച്ചേർന്ന് നടത്തുന്ന ഒരു സ്പേസ് മിഷനാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് രണ്ടാമതായിട്ട് നമ്മൾ സ്പേസ് സ്റ്റേഷനിലേക്ക് അയക്കുന്ന ആളാണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ സുഭാഷ്ണു ശുക്ല. കേട്ടോ, വളരെ പ്രധാനപ്പെട്ട ആളാണ് സുഭാഷ്ണു ശുക്ല. അദ്ദേഹത്തെയാണ് നമ്മൾ അങ്ങോട്ട് അയക്കുന്നത്. അപ്പം ഈ മിഷൻ്റെ പൈലറ്റായിട്ടാണ് അദ്ദേഹം പോകുന്നത്. യെസ്, അദ്ദേഹം ആക്സിയോം 4 മിഷൻ്റെ ഭാഗമായിട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യവും മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ആളാണ് ഇന്ത്യയിൽ നിന്ന് സ്പേസിലേക്ക് പോകുന്നത്. ആദ്യം രാകേഷ് ശർമ്മയാണ് പോയത്, രണ്ടാമത്താണ് സുഭാഷ്ണു ശുക്ല 2025 പോകാനായിട്ട് പോകുന്നു. ഓക്കെ, അടുത്തത് യെസ് സ്പെയ്ഡെക്സ്. എന്താണ് സ്പെയ്ഡെക്സ് എന്ന് നോക്കാം. ISROയുടെ തന്നെ മറ്റൊരു പ്രൊജക്റ്റാണ്. സ്പെയ്ഡെക്സ് ഇൻവോൾവ്സ് ലോഞ്ചിങ് 2 satellites into slightly different orbits using a single rocket. അപ്പോൾ ഒരു ഒറ്റ റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് 2 സാറ്റലൈറ്റുകളെ നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള 2 ഓർബിറ്റുകളിലേക്ക് അയക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്, സ്പെയ്ഡെക്സിൽ ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഡോക്കിംഗ് കപ്പാസിറ്റി ഈസ് ക്രൂഷ്യൽ ഫോർ ഫ്യൂച്ചർ മിഷൻസ് ഇൻക്ലൂഡിംഗ് ചന്ദ്രയാൻ 4. ദിസ് എൻഷുവേഴ്സ് സേഫ് ട്രാൻസ്ഫർ ഓഫ് ക്രൂ ആൻഡ് കാർഗോ. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഡോക്കിംഗ് സ്റ്റേഷൻ പോലെ നമുക്ക് സ്പേസിനെ ഉപയോഗിക്കാനായിട്ടുള്ളൊരു ടെക്നോളജി കൂടിയാണ് സ്പെയ്ഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ലോ ഓർബിറ്റിലേക്ക് ഒരേ സമയം തന്നെ 1-2 സാറ്റലൈറ്റുകൾ നമുക്ക് അയക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സാറ്റലൈറ്റുകൾ നമുക്ക് എന്ത് ചെയ്യും, വീണ്ടും നമ്മൾ മറ്റ് മിഷൻസ് നമ്മൾ അയക്കുമ്പോഴത്തേക്കും അത് യെസ് ഒരു ഡോക്കിംഗ് സ്റ്റേഷനായിട്ട് ഈ നേരത്തെ നമ്മൾ അയച്ചിട്ടുള്ള സാറ്റലൈറ്റുകൾ പ്രവർത്തിക്കുന്ന ഒരു സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേകതയാണ് നമുക്ക് സ്പെയ്ഡെക്സ് വഴി ലഭ്യമായി തീരുന്നത്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് എന്താണ് പ്രയോജനം? ദിസ് എൻഷുവേഴ്സ് സേഫ് ട്രാൻസ്ഫർ ഓഫ് ക്രൂ. അപ്പോൾ കൃത്യമായിട്ട് സുരക്ഷിതമായിട്ട് ഇതിനകത്തുള്ള ക്രൂ മെമ്പേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അങ്ങോട്ടേക്ക് അയക്കാനായിട്ട് പറ്റും, അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സാധനങ്ങൾ നമുക്ക് സേഫായിട്ട് കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുവരാനും സാധിക്കും എന്നുള്ളതാണ് സ്പെയ്ഡെക്സിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽസ് ഇൻ മുംബൈ, എന്താണ് അത് വാർത്തയിൽ വന്നത് എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽസ് ഇൻ മുംബൈ. ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് ഡിസൈൻ ടു ട്രെയിൻ പീപ്പിൾ ഫോർ ദ ഫ്യൂച്ചർ. ഓക്കെ, ഭാവി കാലഘട്ടത്തിലേക്ക് നമുക്ക് നമ്മുടെ തലമുറയെ വാർത്തെടുക്കാനായിട്ട് നമ്മൾ സഹായിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഫോക്കസിങ്, ഇവിടെ എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? ഫോക്കസിങ് ഓൺ സ്കിൽസ് ദാറ്റ് വിൽ ബി ഇമ്പോർട്ടൻറ്റ് ഫോർ ഇൻഡസ്ട്രി. അപ്പോൾ ഒരു ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പുതിയ തലമുറയെ വളർത്തിയെടുക്കാനായിട്ടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽസ് ഇൻ മുംബൈയിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽസ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, യെസ് ദ ന്യൂ എറ ഓഫ് സ്മാർട്ട് ഫാക്ടറീസ് ആൻഡ് അഡ്വാൻസ്ഡ് ടെക്നോളജീസ്. അപ്പം ഇവിടെ ഇൻഡസ്ട്രി 4.0 എന്നാണ് അതിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഇവിടെ ഇനി മുമ്പോട്ട് വരുന്ന കാലഘട്ടത്തിൽ നിലവിലുള്ള ഫാക്ടറികളൊന്നും ആയിരിക്കില്ല, മനുഷ്യർ തന്നെ ജോലി ചെയ്യുന്ന ഫാക്ടറികളാകണമെന്ന് നിർബന്ധമില്ല. കാരണം നമുക്ക് AI ടെക്നോളജി ഡെവലപ്പ് ചെയ്തു, അതുപോലെ തന്നെ അതേ രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് റോബോട്ടിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്മാർട്ട് ഫാക്ടറീസ് മുമ്പോട്ട് വരുന്ന കാലഘട്ടത്തിൽ സ്മാർട്ട് ഫാക്ടറീസിൽ മനുഷ്യനായിരിക്കത്തില്ല ജോലി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ റോബോട്ട്സിനെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള സ്മാർട്ടായിട്ടുള്ള വ്യക്തികളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽസിൽ മുംബൈയിൽ നമ്മൾ പഠിപ്പിച്ച് തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് എവിടെയാണ്, എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്നുള്ളതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി എയർലി ബ്രസ്റ്റ് ക്യാൻസർ ഡിറ്റക്ഷനാണ് അടുത്തത്. വാർത്തയിൽ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് ക്യാൻസർ പേഷ്യൻസ് പല വർഷങ്ങളിലും ഇന്ത്യയിലുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളിൽ ക്യാൻസർ കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിന് ചികിത്സ നൽകാനുമായിട്ടുള്ള സംവിധാനമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇത്, ആരാണ് ഡെവലപ്പ് ചെയ്തത്? IIT ഇൻഡോർ ആണ് കേട്ടോ. IIT ഇൻഡോർ ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് എ ന്യൂ ഡിവൈസ് ഫോർ ദ early detection of breast cancer specifically designed to help women in rural areas. അപ്പം ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗപ്പെടുന്നത്. കാരണം പലർക്കും ഗ്രാമപ്രദേശത്തെ പ്രത്യേകത അറിയാലോ, ചിലപ്പം രോഗമുണ്ടെന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കാതെ പോകുന്ന സാഹചര്യമുണ്ട്. അപ്പം അഫോർഡബിളായിട്ട് അവർക്ക് വലിയ തുക കൊടുക്കാതെ തന്നെ രോഗം കണ്ടെത്താനായിട്ടുള്ള സാഹചര്യങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഏർലി ബ്രസ്റ്റ് ക്യാൻസർ ഡിറ്റക്ഷനിലൂടെ IIT ഇൻഡോർ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരൊരു അതിനുവേണ്ടി ഒരു ഡിവൈസ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസാണ് ഇത്. ഓക്കെ, വലിയ തുക ഇതിനു വേണ്ടി ചിലവഴിക്കേണ്ടതായിട്ട് വരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു പ്രത്യേകത. ഇനി നോക്കാം, അടുത്തത് എന്താണ്, മാർബർഗ് വൈറസ് റുവാൻഡ. എന്താണ് മാർബർഗ് വൈറസ് എന്നുള്ളത് നമുക്ക് നോക്കാം. റുവാൻഡയിലാണ് അത് കണ്ടെത്തപ്പെട്ടിരിക്കുന്നതെന്നും നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് വൈറസസ് നോൺ. വളരെ അപകടകാരിയായിട്ടുള്ള ഒരു വൈറസാണിത്, അല്ലേ? ഇറ്റ് കേസസ് എ ഡിസീസ് കോൾഡ് മാർബർഗ് വൈറസ് ഡിസീസസ്. മാർബർഗ് വൈറസ് ഡിസീസ് എന്ന് പറയുന്ന ഒരു രോഗത്തിന് ഈ വൈറസ് കാരണമായി തീരുന്നുണ്ട്. വിച്ച് ക്യാൻ കിൽ ബിറ്റ്വീൻ 24% and 88% ഓഫ് ദോസ് ഹു ഗോട്ട് ഇറ്റ്. അപ്പോൾ ഈ മാർബർഗ് വൈറസ് ബാധിച്ചവരുടെ പ്രത്യേകത 24 മുതൽ 88% വരെ ആൾക്കാർ ഇത് ബാധിച്ചു കഴിഞ്ഞാൽ മരണപ്പെടുകയാണ് സാധാരണ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. മാർബർഗ് ഈസ് റിലേറ്റഡ് ടു എബോള. അപ്പോൾ എബോള വൈറസ് ഔട്ട് ബ്രേക്ക് ഒക്കെ നമ്മൾ പത്രത്തിൽ വായിച്ചതാണ്, അല്ലേ, ആഫ്രിക്കയിൽ. ഓക്കെ, അപ്പം മാർബർഗും എബോളയും തമ്മിൽ കണക്ഷൻ ഉണ്ട്. ആസ് ബോത്ത് ബിലോങ്സ് ടു എ ഗ്രൂപ്പ് ഓഫ് വൈറസസ് കോൾഡ് ഫിൽവോ വൈറസസ്. ഫിൽവോ വൈറസസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വൈറസസ് ആണ് ഈ എബോളയ്ക്കും അതുപോലെ തന്നെ മാർബർഗ് വൈറസിൻ്റെ പുറകിലുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ പെട്ട വൈറസുകളാണ് ഈ രണ്ട് രോഗങ്ങൾക്ക് കാരണമായിത്തീരുന്നത്. ഇറ്റ് ഈസ് കേസ്ഡ് ബൈ ബാറ്റ്സ്. അപ്പം ഇത് വവ്വാലുകൾ വഴിയാണ് ഇതെന്ത് ചെയ്യുന്നത്, ഇത് പടർന്നു പിടിക്കുന്നത്. വിച്ച് ലീവ് ഇൻ കേവ്സ് ആൻഡ് മൈൻസ്. അപ്പം ഗുഹകളിലും പ്രത്യേകിച്ച് മൈനുകളിലും ഒക്കെ ഉള്ള വവ്വാലുകൾ വഴിയാണ് ഈ രോഗം പകരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ റുവാൻഡയിലാണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത്, കണ്ടെത്തപ്പെട്ടിട്ടുള്ളത് കേട്ടോ, മാർബർഗ് വൈറസ്. ഇനി നോക്കിയേ, ഇന്ത്യ സക്സസ്ഫുള്ളി ലോഞ്ചസ് അഗ്നി 4. എന്താണ് അഗ്നി 4ൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. അഗ്നി 4 ഈസ് ആൻ ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ. ഇതൊരു ബാലിസ്റ്റിക് മിസൈലാണ് കേട്ടോ, ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ആണ്. ഇറ്റ് ക്യാൻ ട്രാവൽ ബിറ്റ്വീൻ 3000 to 4000 കിലോമീറ്റർ. 3000 മുതൽ 4000 കിലോമീറ്റർ വരെ ഇതിന് ദൂരപരിധിയുണ്ട്. ആൻഡ് ക്യാരി ന്യൂക്ലിയർ വാർഹെഡ്സ്. ന്യൂക്ലിയർ വാർഹെഡ്സ് ക്യാരി ചെയ്യാനായിട്ട് സാധിക്കും. എത്ര കിലോ? 1000 കിലോയോളം വരുന്ന ന്യൂക്ലിയർ വാർഹെഡ്സ് ഇതിനെ ക്യാരി ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ടെസ്റ്റഡ് ഇൻ നവംബർ 2011 ആണ് കേട്ടോ, 2011. ഓക്കെ, അപ്പോൾ ഇതിന് ഓരോ സ്റ്റേജസ് വഴി നമ്മൾ ടെസ്റ്റിങ് കഴിഞ്ഞേ മാത്രമേ ഉള്ളൂ അത് നമുക്ക് ആർമിക്ക് കൈമാറാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഇത് വാർത്തയിൽ വന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി വെസ്റ്റ് നൈൽ വൈറസ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. വെസ്റ്റ് നൈൽ വൈറസും നമ്മൾ ഈ നാളുകളിൽ വാർത്തയിൽ ഒരുപാട് നമ്മൾ കണ്ടതാണ്, അല്ലേ? ഈസ് എ വൈറസ് ദാറ്റ് സ്പ്രെഡ്സ് പ്രൈമർലി ത്രൂ
മൊസ്കിറ്റോ ബൈറ്റ്സ്, കൊതുക് കടി വഴിയാണ് ഇതെന്ത് ചെയ്യുന്നത്, വെസ്റ്റ് നൈൽ വൈറസ് പകരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ മൊസ്കിറ്റോ ബോൺ ഡിസീസസ് ഇൻ ദ US. അമേരിക്കയിലെ ഏറ്റവും കൊതുക് പരത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രോഗങ്ങളിൽ ഒന്നും കൂടെയാണ് ഏത്, വെസ്റ്റ് നൈൽ വൈറസ് ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ് അടുത്ത പോയിന്റിലേക്ക് വരാം. ISRO's ഗഗൻയാൻ മിഷൻ ഹ്യൂമനോട് വയോമിത്ര ഇൻ 2025. എന്താണ്? ISRO പ്ലാൻസ് ടു ലോഞ്ച് ഗഗൻയാൻ ഫീച്ചറിങ് ആൻ അൺക്രൂഡ് റോബോട്ട് കോൾഡ് വയോമിത്ര. 2025 ഇന്ത്യ ഒരു ഗഗൻയാൻ മിഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മിഷനിൽ നമ്മൾ ശൂന്യാകാശത്തെ അല്ലെങ്കിൽ ബഹിരാകാശത്തേക്ക് അയക്കുന്നത് ആരെയാണ്? യെസ്, ഹ്യൂമനോയിഡ് റോബോട്ട് കോൾഡ് വയോമിത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പേസിലേക്ക് അയക്കുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ISRO ഇങ്ങനെ പ്ലാൻ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റോബോട്ട് ആകുമ്പോഴത്തേക്കും അതിന് അന്തരീക്ഷത്തിലുണ്ടാകുന്ന മാറ്റത്തെ അതിന് പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഈ റോബോട്ടിന് എത്രമാത്രം ഈ അന്തരീക്ഷത്തിലുണ്ടാകുന്ന മാറ്റത്തെ പ്രതിരോധിക്കാൻ കഴിയുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്നീട് നമ്മൾ അത് മനുഷ്യനിൽ എത്രമാത്രം സ്വാധീനം ഉണ്ടാക്കുമെന്ന് പഠിക്കുകയും രണ്ടാം ഘട്ടമായിട്ട് നമ്മൾ ഈ റോബോട്ടിന് പകരം ആരെ അയക്കുന്നു, മനുഷ്യനെ അയക്കാനായിട്ട് ഉള്ള പഠനത്തിനും കൂടെയാണ് വയോമിത്രയെ അയക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ 2025 ISRO ഇത് പ്ലാൻ ചെയ്യുന്നത്. അയക്കുന്ന റോബോട്ടിൻ്റെ പേര് വയോമിത്ര. ഓക്കെ, യെസ്. ഇനി സ്നോ ബ്ലൈൻഡ് ആൻഡ്രോയിഡ് മാൽവെയർ എന്താണ് എന്ന് നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. ഓക്കെ, സ്നോ ബ്ലൈൻഡ് ഈസ് മെയ്ഡ് ടു ഗെറ്റ് ഇൻ ടു ആൻഡ്രോയിഡ് ഡിവൈസസ്. അപ്പോൾ ആൻഡ്രോയിഡ് ഡിവൈസസിൽ നുഴഞ്ഞു കയറാനായിട്ടുള്ളൊരു എന്താണ്, ഒരു മാൽവെയർ ആണ് ഇതെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? യെസ്. ഗെറ്റ് ബാങ്കിങ് ലോഗിങ് ഇൻഫർമേഷൻ വളരെ പ്രധാനപ്പെട്ടാണ് അല്ലേ? നമുക്ക് ചില മെസ്സേജുകളൊക്കെ മൊബൈലിൽ വരാറുണ്ട് അല്ലേ? യെസ്. ആ മെസ്സേജ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലുള്ള കാശ് മുഴുവൻ പോകും അല്ലേ? അതൊരു മാൽവെയർ ആണ്. യെസ്. ആൻഡ് മേക്ക് ഡീൽസ് വിത്തൗട്ട് പെർമിഷൻ. അപ്പോൾ ഇത് നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിൽ കയറി കഴിഞ്ഞാൽ എന്താണ്? യെസ്, നമ്മുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടൊക്കെ അവർ തന്നെ കൈകാര്യം ചെയ്തോളും. അതോടുകൂടി പൈസ മുഴുവൻ നഷ്ടപ്പെടുകയും ചെയ്യും അല്ലേ? യെസ്. അപ്പോൾ അതാണ് സ്നോ ബ്ലൈൻഡ് ആൻഡ്രോയിഡ് മാൽവെയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പേര് ഓർത്തിരിക്കുക. ഇനി അടുത്തതാണ് അനുവാദിനി AI ടൂളാണ്. എന്താണ് അനുവാദിനി AI ടൂൾ എന്ന് നമുക്ക് നോക്കാം. ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് ഡയറക്റ്റഡ് all school and higher education institutions across the country to make available digital study material in Indian languages for every academic course within 3 years. Okay, the National Education Policy 2020 has prioritized education in native languages till 10th standard. Okay, ഇത് 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് സ്വീകരിച്ച ഒരു നടപടിയാണ്. എന്താണ്? അപ്പോൾ ഗവൺമെൻറ് ഇവിടെ ഇന്ത്യയിലെ എല്ലാ സ്കൂളുകളോടും, പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി സ്കൂളുകൾ, ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്താണ്? ഡിജിറ്റൽ സ്റ്റഡി മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഫോർ എവറി അക്കാഡമിക് കോഴ്സ്, എല്ലാ അക്കാഡമിക് കോഴ്സുകൾക്കും ഡിജിറ്റൽ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാവണമെന്നാണ് ഗവൺമെൻറ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിത്തിൻ 3 years, 3 വർഷത്തിനുള്ളിൽ. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ എന്താണ്, അത് കുട്ടികൾക്ക് കൂടുതൽ ഈസിലി ആയിട്ട് ആക്സസിബിൾ ആയിരിക്കും അല്ലേ? അത് എപ്പോൾ വേണമെങ്കിലും, ഇപ്പോൾ ക്ലാസ്സിൽ പോയില്ലെങ്കിൽ അവർക്ക് പഠിക്കാനായിട്ടുള്ള അവസരം അതിലൂടെ അവർക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് സഹായിക്കുന്ന ഒരു AI ടൂളാണ് അനുവാദിനി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഡിജിറ്റൽ കോഴ്സ് മെറ്റീരിയൽ തയ്യാറാക്കുന്നതിന് സഹായിക്കുന്ന ഒരു ടൂളാണ്, ഒരു AI ടൂളാണ് എന്ത്, അനുവാദിനി എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ എത്രാമത്തെ ക്ലാസ് വരെയുള്ള സ്റ്റുഡൻസിനാണ് ഇത് പ്രയോജനപ്പെടുന്നത്? അപ് ടു 10th സ്റ്റാൻഡേർഡ്, 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഇത് ഉപകാരപ്പെടുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഇനി സ്വാതി പോർട്ടൽ എന്താണ്? ഗവൺമെൻറ് ഹാസ് ലോഞ്ച്ഡ് ദ സ്വാതി പോർട്ടൽ അല്ലേ? എന്താണ് സ്വാതി? സയൻസ് ഫോർ വുമൺ, എ ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ എന്നുള്ളതാണ് സ്വാതി എന്നുള്ള ആ ടേമിൻ്റെ അർത്ഥം. എന്താണ്? സയൻസ് ഫോർ വുമൺ, എ ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ എന്നുള്ളതാണ്. ഒരു പോർട്ടലാണ്. എ ഡേറ്റാബേസ് ഹൈലൈറ്റിംഗ്
അക്കോംപ്ലിഷ്മെൻറ്റ്സ് ഓഫ് ഇന്ത്യൻ വുമൻസ് ഇൻ സ്റ്റെം എന്താണ് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, മെഡിസിൻ ഫീൽഡ്സ്. ഓക്കെ, അപ്പോൾ ഇതൊരു പോർട്ടലാണ്, ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പോർട്ടലാണ്. ഈ പോർട്ടലിൽ എന്താണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്? അക്കോംപ്ലിഷ്മെൻറ്റ്സ് ഓഫ് ഇന്ത്യൻ വുമൺ, ഇന്ത്യയിലെ സ്ത്രീകളുടെ നേട്ടങ്ങൾ, പ്രത്യേകിച്ച് ഏതൊക്കെ മേഖലകളിൽ, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, മെഡിസിൻ, ഈ മേഖലയിലുള്ള അവരുടെ നേട്ടങ്ങൾ എന്ത് ചെയ്യുകയാണ്, ശേഖരിക്കുകയും അതൊരു ഡേറ്റാബേസ് ആയിട്ട് സൂക്ഷിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സ്വാതി പോർട്ടൽ ഗവൺമെൻറ് എന്ത് ചെയ്തത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നല്ല കാര്യമാണ്. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്താണ്? ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ, ഇന്ത്യ എയിംസ് ടു എസ്റ്റാബ്ലിഷ് ഇറ്റ്സ് ഓൺ പെർമനന്റ് സ്പേസ് സ്റ്റേഷൻ. അപ്പോൾ ഇന്ത്യയുടെ പെർമനന്റ് ആയിട്ടുള്ള ഒരു സ്പേസ് സ്റ്റേഷൻ വരാൻ പോവുകയാണ്. അതിൻ്റെ പേരാണ് ഭാരതീയ സ്പേസ് സ്റ്റേഷൻ. ഓവർ ദ നെക്സ്റ്റ് 25 ഇയേഴ്സ്, 25 വർഷങ്ങൾക്കുള്ളിൽ അത് സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി ഒരുപാട് വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആദ്യ ഭാഗമായിട്ട് ഇതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ സ്ഥാപിക്കുന്നത് എന്നാണ് 2028 തന്നെ നമ്മൾ അന്തരീക്ഷത്തിൽ ഇതിൻ്റെ ആദ്യ മൊഡ്യൂൾ അയക്കും, അല്ലെങ്കിൽ ആദ്യ മൊഡ്യൂൾ നമ്മൾ അന്തരീക്ഷത്തിൽ എത്തിക്കും. ഓക്കെ, അതാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് എന്നുള്ള കാര്യം ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. അപ്പം ഇതുവരെയും നിങ്ങൾ നമ്മുടെ അടുത്ത സെറ്റ് എക്സാമിന് വേണ്ടി പഠിച്ച് തുടങ്ങിയിട്ടില്ല എങ്കിൽ ഇനി അതിനുള്ള നല്ലൊരു സമയമാണ്. ഓക്കെ, അപ്പം കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഇത്തവണ സെറ്റ് അസ്ത്ര 2.1ൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു 60 ഡേ കോഴ്സ് നമ്മൾ സെറ്റിന് വേണ്ടി ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അഡ്മിഷൻ ഇപ്പോഴും ഓപ്പൺ ആണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി പഠിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതിന് വേണ്ടിയുള്ള സമയമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ഉപയോഗപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇത്തവണത്തെ സെറ്റിൽ കോഴ്സിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് കൂടെ ഒന്ന് വളരെ വേഗത്തിൽ നോക്കാം. നമുക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ സ്പെഷ്യൽ മെൻറ്റർഷിപ്പ്, ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റി ഉണ്ടായിരിക്കും, ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള റിവിഷനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. PDF നോട്ട്സുകളും കൃത്യമായിട്ട് നിങ്ങളുടെ കൈകളിലെത്തും. കൂടാതെ വീക്കിലി എക്സാംസ് നമ്മുടെ കോഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകതയും കൂടെയാണ്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഇത് ഉപകാരപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. പരീക്ഷയ്ക്ക് ഏറ്റവും നന്നായിട്ട് പഠിച്ച് തയ്യാറെടുക്കുക. കോഴ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം. 97 46 45 55 14 എന്നുള്ള നമ്പറിൽ ഇന്ന് തന്നെ നിങ്ങൾ വിളിക്കുക, അന്വേഷിക്കുക. ഇത്രയും വേഗത്തിൽ കോഴ്സിന് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്ത ഇതുപോലെയുള്ളൊരു വീഡിയോയിൽ. ഓക്കെ.